بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റബീഉൽ അവ്വൽ നമുക്ക് സമാഗതമായിരിക്കുകയാണ്. ഹബീബുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം മുസ്ലിം ലോകത്തിന് വളരെ വലിയ സന്തോഷമാണ് സമ്മാനിക്കുന്നത്. ലോകത്ത് മുസ്ലിം സമൂഹം ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. പല രാജ്യങ്ങളിലും ഏത് പ്രതിസന്ധിയിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രതീക്ഷ നൽകുന്നത് അള്ളാഹുവിലും അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുമുള്ള അചഞ്ചലമായ വിശ്വാസമാണ്. ഈ വിശ്വാസത്തിന് മാറ്റുകൂട്ടുന്നത് സ്നേഹമാണ്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത ലഹ്. സ്നേഹമില്ലാത്തവന് അള്ളാഹുവിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സ്നേഹമില്ലാത്തവന് ശരിയായ ഈമാൻ ഉണ്ടാകില്ല. സ്നേഹമാണ് ഈമാനിൻ്റെയും അടിത്തറയായി വളരേണ്ട വികാരം. അത് അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഉള്ള സ്നേഹം. അള്ളാഹുവിനെ നാം കണ്ടിട്ടില്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും നാം കണ്ടിട്ടില്ല. എങ്കിൽ നമുക്കവരോട് സ്നേഹമുണ്ടാകാനുള്ള നിമിത്തങ്ങൾ എന്താണ്? അള്ളാഹുവിനോട് സ്നേഹമുണ്ടാകാൻ, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടാകാൻ അതിന് കാരണങ്ങൾ വേണമല്ലോ. കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ, ഒരു ശക്തിയെ സ്നേഹിക്കുന്നതിന് ഏതെല്ലാം മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയോ അതിലെല്ലാം എല്ലാ വിധത്തിലുമുള്ള സമ്പൂർണ്ണ അവസ്ഥ അള്ളാഹുവിനാണുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുമാണുള്ളത്. ഈ സ്നേഹം വരണമെങ്കിൽ നമുക്ക് അള്ളാഹുവിനെ അറിയാൻ സാധിക്കണം. അവൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മനസ്സിലാക്കാൻ കഴിയണം. നമുക്ക് നേരിട്ട് ബന്ധമുള്ള, നാം നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് നമുക്ക് സ്നേഹമുണ്ടാകാം, അസ്വസ്ഥതയും ഉണ്ടാകാം. അതിനെന്താണ് കാരണങ്ങൾ? അവർക്ക് നമ്മോടുള്ള കെയറിങ്ങും സ്നേഹവും അടുപ്പവും, നമുക്ക് ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അത് നിവൃത്തി ചെയ്ത് നിവാരണം ചെയ്തു തരിക, നമുക്കറിയാത്തത് പഠിപ്പിച്ചു തരിക, നമുക്കില്ലാത്ത നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരിക. ഇങ്ങനെ പല കാരണങ്ങൾ. സൗന്ദര്യമുണ്ടാവുക, നല്ല ബുദ്ധിമാനാവുക, വലിയ നേതൃഗുണമുള്ളയാളാവുക, സൽസ്വഭാവിയാവുക, എല്ലാവരോടും ദീനാനുകമ്പയുള്ള, സ്നേഹമുള്ള, ആദരവുള്ള, എല്ലാവരെയും എല്ലാവരുടെയും അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന, ഇങ്ങനെയുള്ളവരോടൊക്കെ സ്വാഭാവികമായി സ്നേഹമെന്ന വികാരം ഉണരും. ഏത് മാനദണ്ഡം വെച്ചാലും
അതിലെല്ലാം ഒന്നാമതായി നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയതുകൊണ്ടാണല്ലോ ക്രിസ്ത്യാനിയായ ഓദർ ദ 100 എന്ന 100 ലോകം അംഗീകരിക്കുന്ന ലോകത്തിൻ്റെ നേതൃസ്ഥാനത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് പേഴ്സൺസ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതിൽ അദ്ദേഹം ക്രിസ്ത്യാനിയാണെങ്കിലും ഒന്നാമതായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് രേഖപ്പെടുത്താനുണ്ടായ കാരണം ലോകത്ത് കഴിഞ്ഞുപോയ മനുഷ്യ സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കിടപിടിക്കുന്ന അതിനടുത്ത് എത്തുന്ന ഒരു മനുഷ്യനും കഴിഞ്ഞു പോയിട്ടില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തറിയുക, അള്ളാഹുവിനെ അറിയുക എന്നതാണ് സ്നേഹം. അള്ളാഹുവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഉള്ള സ്നേഹം ഉണരാനുള്ള കാരണം എന്ന് നാം പറഞ്ഞല്ലോ. എങ്കിൽ അവിടുത്തെ ജീവിതവും അവിടുത്തെ പ്രവർത്തനങ്ങളും വാക്കുകളും ഈ സമൂഹത്തോട്, മനുഷ്യരാശിയോട്, ലോകത്തോട് അവിടുന്ന് ഏത് നിലക്കായിരുന്നു ഡീൽ ചെയ്തിരുന്നത്, ബന്ധപ്പെട്ടിരുന്നത് എന്നൊക്കെ നാം അവിടുത്തെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനുള്ള വലിയ ശ്രമങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട്, ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് വായിച്ചു തീർത്താൽ തീരാത്ത മഹാ അധ്യായമാകുന്ന ആ വിശുദ്ധ ജീവിതത്തെ നമുക്ക് അനാവരണം ചെയ്യാൻ സാധ്യമല്ല. എന്നിരുന്നാലും ചില കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാം. ആദ്യമായി അവിടുത്തെ ശരീരപ്രകൃതിയെ, അവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങളെ, അവിടുത്തെ വേഷവിധാനങ്ങളെ, അവിടുന്ന് ദൈനംദിന ജീവിതത്തിൽ പാലിച്ചു പോന്നിരുന്ന കാര്യങ്ങളെ, അവിടുത്തെ സംസാരത്തിൻ്റെ, മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൻ്റെ, അവിടുത്തെ ഭക്ഷണവും പാനീയവും, അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും പ്രസംഗമായിരുന്നാലും ന്യായാധിപനായി പ്രവർത്തിക്കുമ്പോഴും സർവ്വസൈന്യാധിപനായി നേതൃത്വം നൽകുമ്പോഴും എല്ലാം അവിടുന്ന് എങ്ങനെയായിരുന്നു വർത്തിച്ചിരുന്നത് എന്ന് പഠിക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് സാധ്യമായ എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈശിഷ്ട്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നാം അറിയാതെ ആ വ്യക്തിത്വത്തെ സ്നേഹിച്ചു പോവുക. അവിടുത്തെ ശരീരപ്രകൃതിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായി 10 വർഷം അവിടുത്തെ സന്തത സഹചാരിയായി കൂടെ നിന്നിരുന്ന അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്കിങ്ങനെ വായിക്കാം. അനസിൻ റളിയല്ലാഹു അൻഹു, ഇമാം തിർമിദിയുടെ ശമാഇൽ തിർമിദി എന്ന് വിശ്വപ്രസിദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൻ്റെ രൂപലാവണ്യങ്ങളും അവിടുത്തെ പ്രവർത്തനങ്ങളും അവിടുത്തെ ദൈനംദിന ജീവിതക്രമങ്ങളുമെല്ലാം വിശദമായി അടുക്കി വെച്ചിട്ടുള്ള ശമാഇൽ തിർമിദിയുടെ ആദ്യത്തെ ഹദീസാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ബിത്തവീലിൽ ബാഇൻ വലാ ബിൽ ഖസീർ. അവിടുത്തെ ശരീരപ്രകൃതിയാണ് പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തവീലുൽ ബാഇൻ, വലിയ ദീർഘകായനായിരുന്നില്ല. നല്ല നീളമുള്ള ആളുകളെ നാം കണ്ടിട്ടുണ്ട്, അത്രയങ്ങ് നീണ്ട ആളല്ല. വലാ ബിൽ ഖസീർ, എന്നാൽ നീളം കുറഞ്ഞ ആൾ, കുള്ളന്മാർ, അവരെയും നാം കണ്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കുള്ളനും അല്ല. അപ്പോൾ ഒത്ത ഉയരം
വളരെ നീണ്ട ആളല്ല, നീളം കുറഞ്ഞയാളുമല്ല. പക്ഷേ ഇനി വരുന്നിടത്ത് അവിടുത്തെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് കാണാം, ഒത്തയാളാണെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുമലാണ് എല്ലാവരേക്കാളും ഉയരത്തിൽ കാണപ്പെടുക. അല്ലാഹു തആല ലോകത്തിൻ്റെ മനുഷ്യരാശിയുടെ നേതാവാക്കിയത് അവിടുന്ന് ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിശേഷണത്തിന് ഭംഗം വരാതിരിക്കാൻ അവിടുത്തെ പ്രത്യേകതയായി നൽകിയത് ചരിത്രം പറയുന്നത് കാണാം. ഒരു സദസ്സിൽ ഇരുന്നാൽ അവിടെ ഇരിക്കുന്ന ഏറ്റവും ഉയരമുള്ള ആൾ ഇരുന്നാലും അവരെക്കാൾ ഉയരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണപ്പെടും. വലാബിൽ അബിയലിൽ അംഹഖ്, അവിടുത്തെ നിറം അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഉള്ള വെളുപ്പായിരുന്നില്ല. വെള്ളക്കാരുടെ കളറ് നാം കണ്ടിട്ടുണ്ട്. അത് ഒരു സൗന്ദര്യം, ഏറ്റവും സൗന്ദര്യമുള്ള കളർ എന്ന് പറയാവതല്ല. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം എന്ന് നാം നേരത്തെ ചെറിയ മക്കൾ മദ്രസയിൽ നിന്ന് തന്നെ പഠിച്ചു വരുന്നതാണ്. ചുവപ്പ് കലർന്ന, ഇളം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം മനുഷ്യ ശരീരത്തിൻ്റെ നിറങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ കളറാണത്. വലൈസ ബിൽ ആദം, ഒരു ഇരുനിറം എന്ന് നാം പറയുന്ന ആ കളറല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇരുനിറമോ കറുത്ത കളറോ മറ്റ് കളറുകളോ വളരെ മോശമാണ്, അവമതിക്കപ്പെടേണ്ടതാണെന്നല്ല പറയുന്നത്. മനുഷ്യർക്ക് കളറായാലും ശരീരത്തിൻ്റെ ആകാരമായാലും ആരോഗ്യം ആയാലും മുഖത്തിൻ്റെ രൂപഭാവങ്ങളിലും ഒക്കെ പലരും പല വിധത്തിലാണ്. അതിലേറ്റവും സുന്ദരന്മാരുണ്ട്, അത്രയങ്ങ് സൗന്ദര്യമില്ലാത്തവരുമുണ്ട്, വിരൂപന്മാരുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യത്തിൻ്റെ എല്ലാ അളവുകോൽ വെച്ചാലും ഉന്നതനായിരുന്നു എന്നാണ് വിവരിക്കുന്നത്. വലൈസ ബിൽ ജഅദിൽ ഖത്തിത്ത്, അവിടുത്തെ മുടിയുടെ രൂപമാണ് പറയുന്നത്. മുടി ചുരുണ്ട് പിന്നെയും ചുരുണ്ട്. നാം കണ്ടിട്ടില്ലേ, എത്യോപ്യക്കാരുടെ തല നീണ്ട മുടിയായിരുന്നാലും അത് ചുരുണ്ട് 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 സ്പ്രിങ് പോലെ അങ്ങ് മടങ്ങി ചുരുണ്ട് കിടക്കുന്നുണ്ടാവും. അതത്ര ഭംഗിയുള്ളതല്ല. എന്നാൽ വലാബിസ്സബിത്ത്, മുടി ഒട്ടും വളവില്ലാതെ പ്ലാസ്റ്റിക് നൂലുകൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ ഉള്ള മുടിക്കാരെയും നമുക്ക് കാണാം. ഫിലിപ്പീൻസിനെയൊക്കെ കണ്ടാൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ പറ്റുക. അതും ഒരു ഭംഗിയല്ല. എന്നാൽ ചുരുണ്ട മുടിയും അമിതമായി ചുരുണ്ട് സ്പ്രിങ് പോലെ ആകാതെ തീരെ ചുരുളിച്ച ഇല്ലാതെ അങ്ങനെ രണ്ട് രൂപത്തിലും അല്ല. ചുരുണ്ട മുടിയാണ്, നല്ല കറുത്ത മുടിയും. ബഅസഹുല്ലാഹു തആല അലാ റഅസി 40 സന, 40 വയസ്സ് പൂർത്തിയായപ്പോഴാണ് അല്ലാഹു തആല അവിടത്തേക്ക് നുബുവത്ത് നൽകിയത്. എല്ലാ നബിമാരും അങ്ങനെ തന്നെയാണ്. 40 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയും വിവേകവും തൻ്റെ ഇടവും കാര്യബോധവും അതിൻ്റെ ഉത്തുംഗമായ സമ്പൂർണമായ അവസ്ഥയിൽ എത്തുന്നത്. അങ്ങനെയുള്ളവരെ വേണം ഒരു ജനതയുടെ നേതൃത്വം ഏൽപ്പിക്കാൻ. വിവേകശാലികളല്ലാത്തവരെ നേതാവാക്കുമ്പോൾ, ക്ഷിപ്രകോപികളായ ആളുകളെ നേതൃത്വം ഏൽപ്പിക്കുമ്പോൾ ആ സമൂഹത്തിൽ ഉണ്ടാകാൻ ഇരിക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പലതാണ്. അതുകൊണ്ട് എല്ലാ അമ്പിയാക്കന്മാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് 40 വയസ്സ് പ്രായമാകുമ്പോഴാണ് നുബുവത്ത് എന്ന പ്രധാനപ്പെട്ട പദവിയും ഉത്തരവാദിത്വവും നൽകി ജനങ്ങളിലേക്ക് അയക്കുന്നത്. ഫഅഖാമ ബിമക്കത്ത 10 സിനീൻ, മക്കയിൽ 10 വർഷവും വബിൽ മദീനത്തി 10 സിനീൻ, മദീനയിൽ 10 വർഷവും അവിടുന്ന്
ജീവിച്ചു. ഇത് ഒരു ഏകദേശ വിവരണമാണ്. നമുക്കറിയാം, മക്കയിൽ 13 വർഷവും മദീനയിൽ 10 വർഷവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന ജീവിത കാലഘട്ടം. മദീനയിൽ 10 വർഷം കഴിഞ്ഞ് അവിടുന്ന് വഫാത്താവുകയാണ്. അപ്പോൾ ഈ 13 വർഷം എന്നത് ഒരു വർഷത്തിൻ്റെ നടുക്ക് റബീഉൽ അവ്വലിൽ ആണല്ലോ അവിടുന്ന് മദീനയിൽ ഹിജ്റയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ വർഷത്തിന് ഇടയിൽ വന്നത് ഇപ്പുറത്തെ വർഷം അവിടുന്ന് വഫാത്താകുന്നതും റബീഉൽ അവ്വലിൽ തന്നെയാണ്. അപ്പോൾ ആ കഷണമായി മുറിഞ്ഞ വർഷങ്ങൾ നമ്മളങ്ങോട്ട് മാറ്റിവെച്ചാണ് ഏകദേശം 10 വർഷം എന്ന് വിവരിച്ചിട്ടുള്ളത് മക്കയിലുള്ള ജീവിതത്തെക്കുറിച്ച്. വതവഫാഹുല്ലാഹു അലാ റഅസി 60 സന, 60 വയസ്സ് പ്രായമായപ്പോൾ അള്ളാഹു അവിടുത്തെ വഫാത്താക്കി. ഇതും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു വിവരണമാണ്. 63 വയസ്സായപ്പോഴാണ് അവിടുന്ന് വഫാത്തായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഈ 3 നേരത്തെ പറഞ്ഞ 3 കട്ട് ചെയ്തത് കൊണ്ടാണ് ഇവിടെയും 3 കട്ട് ചെയ്ത് 60 വയസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ 63 രൂപയുണ്ടെങ്കിൽ എത്രയുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ 60 രൂപ എന്ന് പറയും. അത് 3 രൂപ നമ്മൾ പരാമർശിക്കാത്തത് കൊണ്ടാണ്. വതവഫാഹുല്ലാഹു അലാ റഅസി 60 സന വലൈസ ഫീ റഅസിഹി വലഹിയതിഹി 20 ശഅറത്തൻ ബൈളാ. അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അവിടുത്തെ തലയിലും താടിയിലുമായി 20 രോമങ്ങൾ നരച്ചിരുന്നില്ല. 63-ാം വയസ്സിൽ അവിടുന്ന് വഫാത്താകുമ്പോൾ അല്പം നരയുണ്ടായിരുന്നു. അത് 17 മുടികൾ മാത്രമായിരുന്നു എന്ന് മറ്റ് റിപ്പോർട്ടുകളിലും നമുക്ക് കാണാം. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ആകാരം, അവിടുത്തെ നിറം, അവിടുത്തെ പ്രായം, ഇതെല്ലാം വിവരിച്ചുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് നാം ഇപ്പോൾ വായിച്ചത്. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ വായിക്കാം: കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്അതൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒത്ത ഒരാളായിരുന്നു. അതിൻ്റെ അർത്ഥമാണ് ശേഷം വിവരിക്കുന്നത്. ലൈസ ബി തവീൽ വലാ ബിൽ ഖസീർ. ദീർഘകായനല്ല, നീണ്ട ഒരു മനുഷ്യനല്ല, കുള്ളനും അല്ല. ഹസനൽ ജിസ്ം. അവിടുത്തെ ശരീരം വളരെ രൂപലാവണ്യമുള്ള ശരീരമായിരുന്നു. അസ്മറൽ ലൗൻ. ചുവന്ന കളർ എന്ന് പറയുന്നത് നേരത്തെ നാം വിവരിച്ച പോലെ അല്പം ഇളം ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമാണ്. അപ്പോൾ ചിലപ്പോൾ വെളുത്തിട്ട് എന്ന് പറയും, ചിലപ്പോൾ ചുവന്നിട്ട് എന്ന് പറയും. വക്കാന ഷഅറുഹു ലൈസ ബിജഅദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ജടകുത്തിയ ചുരുണ്ട് സ്പ്രിങ് പോലെ വളഞ്ഞ് കുത്തിക്കിടക്കുന്നതല്ല. വലാസബിത്തിൻ. തീരെ ഒരു വളവില്ലാത്ത ചുരുളിച്ചയില്ലാത്ത മുടിയും ആയിരുന്നില്ല. ഇതാ മശായത്തെ കഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ മുന്നോട്ടാഞ്ഞുകൊണ്ടായിരുന്നു അവിടുന്ന് നടന്നിരുന്നത്. മുന്നോട്ടാഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏത് വിഷയങ്ങളിലും കർമ്മോത്സുകനായ, വളരെ അധികം നശാത്തും ഉന്മേഷവും ഉള്ള ഒരു വ്യക്തിയുടെ നടത്തത്തിൻ്റെ സ്വഭാവമാണ്. മുന്നോട്ടാഞ്ഞ് പോകേണ്ടിടത്തേക്ക് വേഗം അങ്ങോട്ട് എത്തുന്ന വിധത്തിലുള്ള ഒരു വിഷയത്തിലേക്ക് അങ്ങോട്ട് കാര്യമായി തന്നെ പോവുകയാണ്. ആരോ പിന്നിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ ഇല്ല. മുന്നോട്ടാഞ്ഞാഞ്ഞ് നടക്കുമായിരുന്നു എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ നടത്തത്തെക്കുറിച്ച് വിവരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ മർബൂഅൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒത്തയാളായിരുന്നു. ബഈദമാ ബൈനൽ മൻകിബൈൻ. അവിടുത്തെ ചെസ്റ്റ് നല്ല വീതിയുള്ളയാളായിരുന്നു. മൻകിബ് ചുമലുകൾ, 2 ചുമലുകൾക്കിടയിൽ നല്ല വീതിയുണ്ടായിരുന്നു. അത് ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ലക്ഷണമാണല്ലോ.
അലീമൽ ജുമ്മ, അവിടുത്തെ മുടി ബാക്ക് ഭാഗത്ത് നന്നായി ധാരാളം മുടി ഉണ്ടായിരുന്നു. തലയുടെ ബാക്കിലേക്ക് ഇങ്ങോട്ട് വാർന്ന് ചീകി വെക്കുമ്പോൾ ഇല ഷഹ്മത്തി ഉദനൈ, അവിടുത്തെ ഈ ചെവിക്കുന്നിയുടെ നേരെ. അപ്പം മുടി കൊഴിഞ്ഞ് ഉള്ള തലയായിരുന്നില്ല, സമ്പന്നമായ മുടിയായിരുന്നു തലയിലുണ്ടായിരുന്നത്. അലൈഹി ഹുല്ലത്തുൻ ഹംറാഉ, ഒരു പ്രാവശ്യം ഞാൻ അവിടുന്ന് നല്ല ചുവന്ന ഒരു ഷാള് അണിഞ്ഞിരിക്കുന്നത് കണ്ടു. മാ റഅയ്തു ശൈഅൻ ഖത്തു അഹ്സന മിൻഹു, ആ ഒരു കാഴ്ച എൻ്റെ കണ്ണിൽ ഏറ്റവും വലിയ ഒരു സൗന്ദര്യധാമത്തെ ഞാൻ കാണുന്ന കാഴ്ചയായിരുന്നു. അതിനേക്കാൾ സുന്ദരനായ ഒരു വ്യക്തിയെ, അതിനേക്കാൾ സുന്ദരമായ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവിടുത്തെ ശരീരത്തിൻ്റെ സൗന്ദര്യവും മുഖലാവണ്യവും ആ വസ്ത്രത്തിൻ്റെ ചേരുവയും കൂടെ ആയപ്പോൾ ബറാ റളിയല്ലാഹു അൻഹു ആ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു സൗന്ദര്യധാമത്തെ കണ്ടിട്ട് പോലുമില്ല. ബറാ റളിയല്ലാഹു അൻഹുവിൻ്റെ മറ്റൊരു ഹദീസ് ഇതേ വിഷയം പറയുന്നുണ്ട്. മാ റഅയ്തു മിൻ ദീ ലിമ്മത്തിൻ ഫി ഹുല്ലത്തിൻ ഹംറാ, മുടി ചീകി വെച്ച് മുടി വളർത്തി. മുടി ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർത്തിയിട്ടുണ്ട്, ചിലപ്പോൾ മുടി കളഞ്ഞിട്ടുമുണ്ട്, പല വിധത്തിലും ഉണ്ട്. മുടി വളർത്തിയിട്ട് ഫി ഹുല്ലത്തിൻ ഹംറാ, നല്ല ചുവന്ന ഒരു വസ്ത്രം ധരിച്ച്, അഹ്സന മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ള ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സുന്ദരനായി ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ലഹു ഷഅറുൻ യദ്രിബു മൻകിബൈഹി ബഈദ മാ ബൈനൽ മൻകിബൈനി ലം യകും ബിൽ ഖസീരി വലാ ബിൽ തവീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീണ്ടയാളോ കുറിയ ആളോ അല്ല, നല്ല ധാരാളമായ സമ്പന്നമായ മുടി അവിടുത്തെ തലയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ആണ് അദ്ദേഹത്തിൻ്റെ വിവരണം. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഈ അവിടുത്തെ രൂപലാവണ്യവും ശരീര സൗന്ദര്യവും അവിടുത്തെ സൗരഭ്യവും എല്ലാം വിവരിക്കുന്ന ഹദീസുകൾ കുറേശ്ശെയായി നമുക്ക് പഠിക്കാം. അവിടുത്തെ അടുത്തറിയുക, അങ്ങനെ അവിടുത്തെ സ്നേഹിക്കുക, ആ സ്നേഹം കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം നാം നേടിയെടുക്കുക, ദുന്യവിയും ഉഖ്റവിയുമായ വിജയങ്ങൾക്ക് അത് നിദാനമാക്കുക. ഇതെല്ലാമായിരിക്കട്ടെ പരിശുദ്ധ റബീഉൽ അവ്വലിലെ നമ്മുടെ തീരുമാനം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.